ഇവിടെ ഒരു തടവുകാരൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ടിലെടുത്ത് ടേബിൾ അടിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അയാളുടെ മുന്നിലിരിക്കുകയാണെന്ന് ഫ്രാങ്ക്. അയാൾ എന്ത് ചെയ്യുകയാണെന്ന് നോക്കുമ്പോൾ അയാൾ വളർത്തുന്ന എലിക്ക് അത് കഴിക്കാൻ കൊടുക്കുന്നു. അത് തന്റെ ഫ്രാങ്കിന് തന്റെ ഫ്യൂച്ചർ മനസ്സിലേക്ക് വരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അവൻ കഴിച്ചുകൊണ്ടിരുന്ന സ്പൂൺ ഷൂഗിലിടെ അഴുക്കാക്കുന്നു. അതിനുശേഷം പുതിയ സ്പൂൺ വേണമെന്ന് പറഞ്ഞ് പെർമിഷൻ വാങ്ങി അതെടുക്കാറായി പോകുന്നു. നോക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവന്റെ കയ്യിൽ 2 സ്പൂൺ ഉണ്ട്. അന്ന് രാത്രി ആ സ്പൂണും അവന്റെ കയ്യിലുണ്ടായിരുന്ന നെയിൽ കട്ടറും യൂസ് ചെയ്ത് ഒരു ടൂൾ റെഡിയാക്കുന്നു. അതിനുശേഷം അവൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വെന്റുള്ള സ്ഥലത്ത് തോണ്ടാൻ തുടങ്ങുന്നു. മാത്രമല്ല ഓരോ ദിവസവും തോണ്ടിയെടുക്കുന്ന മണ്ണ് ഡ്രസ്സിൽ ഒളിപ്പിച്ച് കാഷ്വലായി പുറത്തു പോകുമ്പോൾ കായുന്നു. എന്നാലും അത് മാത്രം പോരാ. അതിനുള്ളിലെ ഗ്രില്ല് കട്ട് ചെയ്യണമെങ്കിൽ അവനൊരു സ്റ്റീൽ ബെഞ്ച് ആവശ്യമാണ്. പക്ഷെ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തു വരുമ്പോൾ മെറ്റൽ ഡിറ്റക്ടർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്താണ് പുറത്തു വരുന്നത്. ഫ്രാങ്ക് അത് മെറ്റൽ ഡിറ്റക്ടർ വഴി പുറത്തു കൊണ്ടുവന്ന് അവനെ പോട്ട് പൊരുത്തിടാൻ അത് ഉപകരിക്കുമെന്ന് പറഞ്ഞ് ദാരിനോട് പെർമിഷൻ ചോദിക്കുന്നു. പക്ഷെ ദാർ അവനെ മന്ദനെന്ന് പറഞ്ഞ് ആ ബെഞ്ച് വാങ്ങി വെക്കുന്നു. നോക്കുമ്പോൾ ഫ്രാങ്ക് ആണ് അയാളെ മന്ദനാക്കിയത്. കാരണം അത് ദാരിന്റെ ശ്രദ്ധ തിരിക്കാൻ യൂസ് ചെയ്ത് വേറൊരുവന്റെ ഷൂ നിലത്ത് ഉറപ്പിച്ചു കൊണ്ടുവരുന്നു.